ഖുർആൻ മനുഷ്യ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ദുസ്തൂറുൽ ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന് വേണ്ടി ആവശ്യമായ ഓരോ കാര്യങ്ങളും ഖുർആനിൽ പറയപ്പെട്ടതാണ്. അല്ലാഹു തആല തന്നെ പറയുന്നു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ, ഈ ഗ്രന്ഥത്തിൽ നാം ഒന്നും വീഴ്ച വരുത്തിയിട്ടില്ല. ഖുർആനിൽ പറയപ്പെടാത്തതെന്ന് ഒന്നും ഉണ്ടാവുകയില്ല. ഏത് വിഷയങ്ങൾ നോക്കിയാലും ഖുർആനിൽ ഉണ്ടാകും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഒട്ടകം കാണാതെയായാൽ, ഞാൻ ഖുർആൻ നോക്കി ഒട്ടകത്തിന്റെ കയറ് കാണാതെയായാൽ അതുപോലും ഖുർആൻ നോക്കി ഞാൻ തിരഞ്ഞു പിടിക്കുമെന്ന്. അത്രമാത്രം ഖുർആനിൽ ഒന്നിരിക്കലോ നേരെ ഉണ്ടാകും, അതല്ലെങ്കിൽ സൂചനയായിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഖുർആനിൽ പറയപ്പെടാത്തത് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവിടുന്ന് പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു, ഖുർആൻ തന്നെയായിരുന്നു. ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയപ്പെടുന്നു, പൂർവിക കഥകൾ പറയപ്പെടുന്നു, ഇബാദത്തുകൾ ആരാധനകളെ സംബന്ധിച്ച് പറയപ്പെടുന്നു, സാമൂഹിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു, ഗോളങ്ങൾ, ഗാലക്സികൾ, സൂര്യൻ, ചന്ദ്രനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് എങ്ങനെ ഓഹരി വെക്കണമെന്ന് ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നു, പ്രകൃതിയുടെ വിഭവങ്ങളെ സംബന്ധിച്ച്, ആകാശഭൂമികളെ സംബന്ധിച്ച്, അതുപോലെ ഇടി, മിന്ന്, മഴ, കൃഷി, സസ്യങ്ങൾ, പ്രാണികൾ, ജീവികൾ, പറവകൾ, പർവ്വതങ്ങൾ, ഇതെല്ലാം ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതുപോലെ ഇനി വരാനിരിക്കുന്ന പ്രവചനങ്ങൾ ഖുർആനിലുണ്ട്. എന്തൊക്കെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു, മനുഷ്യന്റെ ഉൽപ്പത്തി, മനുഷ്യന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, ബീജം, അണ്ഡം, അലഖത്ത്, മുളകത്ത് തുടങ്ങി മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. ശാരീരിക ശാസ്ത്രമുണ്ട്, ഭരണഘടനയുണ്ട്, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച്, കുടുംബത്തിനെ സംബന്ധിച്ച്, കൃഷി എങ്ങനെ ചെയ്യണം, കൃഷിയുടെ വിഷയം, തൊഴിൽ, കച്ചവടം, അദൃശ്യ ലോകങ്ങൾ, അതുപോലെ സ്വർഗം, നരകം, ഇങ്ങനെ ഓരോന്നായി ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഖുർആനിൽ ഇല്ലാത്തത് ഒന്നും നമുക്ക് പറയാനില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം ഇന്നും അത് യഥാർത്ഥ മുഅ്ജിസത്തായി നിലനിൽക്കുന്നു. നിങ്ങൾ ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുകളുണ്ട്. 6 ആയത്തുകൾ ശിഫാഇന്റെ ആയത്ത് എന്നറിയപ്പെടുന്നു. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. ഈ 6 ആയത്തുകൾ ശിഫാഇന്റെ ആയത്താണ്. നമുക്കത് ഓതി മന്ത്രിക്കാം, ഉപയോഗപ്പെടുത്താം. ഇനി സലാമിന്റെ ആയത്ത് 7 രക്ഷയുടെ, സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ സലാമുൻ അലാ ഇബ്രാഹീം സലാമുൻ അലാ മൂസ വഹാറൂൻ സലാമുൻ അലാ ഇല്യാസീൻ
സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ആയത്തുകൾ നാം സാധാരണ സഫർ ഒഴിവുള്ളതിനായി ചെയ്ത് കുടിക്കുന്ന ആയത്തിലാണ്. അതുപോലെ ഹിഫ്ളിന്റെ ആയത്തുകൾ, ഹിഫ്ള് സംരക്ഷണം, കാവൽ, അതും വലാ യഊദുഹു ഹിഫ്ളുഹുമാ വൽ അലിയ്യുൽ അളീം ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ അല്ലാഹു ഹഫീദുൻ അലീം ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. ഇങ്ങനെ ഒരുപാട് ഹിഫ്ളിന്റെ ആയത്തുകൾ ഖുർആനിൽ കാണാം. അതുപോലെ തിലാവത്തിന്റെ ആയത്തുകൾ എന്താണ്? സുജൂദ്, സജദയുടെ ആയത്തുകൾ. തിലാവത്തിന്റെ സുജൂദ് ചെയ്യും, അതാണ് സജദയുടെ ആയാത്തുൽ സജദ, സജദയുടെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 14 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യണം. അപ്പോ അതിന്റെ ഷർത്തും പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിന്റെ ഷർത്തുകളെല്ലാം അതിന് ബാധകമാണ്. നാം ഖുർആൻ ഓതുമ്പോൾ അവിടെ ഒരു മിനാരം പോലെ ചെറിയ അടയാളം ഉണ്ടാവും. അവിടെ എത്തുമ്പോ അത് സുജൂദ് ചെയ്യേണ്ടതാണ്. ഒരു അണ്ടർലൈൻ ഉണ്ടാവും, അത് സുജൂദിന്റെ സ്ഥലം. പക്ഷെ സുജൂദ് ചെയ്യേണ്ടത് ആ ആയത്തിന്റെ അവസാനത്തിൽ ഒരു മിനാരം പോലെ ഉണ്ടാവും ഖുർആൻ. അപ്പൊ അവിടെ എത്തുന്നതാക്കണം ഒരു സുജൂദ്. ശുക്രിന്റെ സുജൂദും ഒന്ന്, തിലാവത്തിന്റെ സുജൂദും ഒന്നാണ്, രണ്ടല്ല. അപ്പൊ നിസ്കാരത്തിലെങ്കിൽ നിസ്കാരത്തിൽ ചിലപ്പോ സുജൂദിന്റെ ആ സ്ഥലത്ത് എത്തും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സുജൂദിലേക്ക് പോയാൽ മതി, ഒന്നും വേണം. നീ എന്ത് സുന്നത്ത് മാത്രം, ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് സുജൂദിലേക്ക് പോവാം ഒരു തക്ബീറോട്. പിന്നെ നിസ്കാരം അല്ലാത്തപ്പോ 4 പ്രാർത്ഥന ഏതിന്റെ സുജൂദ് ചെയ്യാം. ഒന്ന് നിയ്യത്ത്. എന്ത് നിയ്യത്ത്? തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു, ഓത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു. രണ്ടാമത്തെ ഫർദ് അല്ലാഹു അക്ബർ, തക്ബീർ. എട്ടൊന്നുമില്ല സുന്നത്ത്, അല്ലാഹു അക്ബർ പറയുക, തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിൽ കടക്കുന്നത് പോലെ രണ്ടായി. മൂന്നാമത്തെ ഫർദ് സുജൂദ് ചെയ്യുക, നാലാമത്തത് സലാം വീട്ടുക. ഇത്രേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തോളം ഇല്ല. സുജൂദിന് പോയിട്ട് എന്ത് ചെയ്യണം? അതൊരു ദിക്ർ പ്രത്യേകമായി സുന്നത്തുണ്ട്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ചില സുന്നത്ത് അറിയുന്നില്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് സാധാരണ പറയുന്നത് പറയാം. അപ്പൊ ഒരു സുജൂദ് ചെല്ലിലെങ്കിലും സുജൂദ് സുന്നത്തുള്ളൂ. ഈ സുജൂദ് ചെയ്താൽ ശൈത്താൻ അവരിൽ നിന്ന് ഓടിപ്പോകുമെന്ന് ഹദീസിൽ കാണാം. കാരണം അല്ലാഹു തആല ശൈത്താൻ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ പണ്ടെന്തായിരുന്നു? ആദം അലൈഹിസ്സലാം സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പൊ സുജൂദ് ചെയ്യാത്ത ആ ഇബ്ലീസ് ഈവൻ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതുകൊണ്ട് ശൈത്താൻ ഓടിപ്പോകാനുള്ള കാരണമാണ് ഈ സുജൂദ്. ഇനി ഒരാൾക്ക് ഒന്നുമില്ലാതെ ഖുർആൻ ഓതാൻ പറഞ്ഞില്ലേ മുസ്തഫ് തൊടാതെ. അപ്പോ അങ്ങനെ ഓതുമ്പോ തിലാവത്തിനായിട്ട് എന്താക്കണം? അയാള് അല്ലെങ്കിൽ സൗകര്യമില്ല അവിടെ സുജൂദ് ചെയ്യാൻ സൗകര്യം വേണ്ടേ? ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ട് തന്നെ എന്താക്കാം? നീയത്ത് വെച്ചിട്ട് സുജൂദ് പോവാം. ഇരുന്നിട്ട് ഉണ്ടെങ്കിൽ നിന്നിട്ടോ, ഇരുന്നാളും നിൽക്കണം നേരിട്ടില്ല, നീയത്ത് വെച്ചിട്ട് ഇരുന്നാളും തന്നെ സുജൂദ് പോവാം. ഇനി സുജൂദിന്റെ സൗകര്യം അവിടെ ഇല്ലെങ്കിൽ 4 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലണം. ആ സ്ഥലത്തെത്തുമ്പോൾ എന്താക്കണം? സുജൂദിന്റെ സൗകര്യം ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം ചൊല്ലിയാൽ ആ സുജൂദിന്റെ മഹത്വം അവർക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൽ എത്തുമ്പോൾ എന്താക്കണം? തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. ഇനി നോക്കൂ, റഹ്മത്തിന്റെ ആയത്തുകളുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത് വല്ലാഹു യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി. അല്ലാഹു ഉദ്ദേശിച്ചവനെ അവന്റെ റഹ്മത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കുമെന്ന ആയത്ത്. അപ്പോൾ അല്ലാഹുമ്മ റഹ്മനി, റഹ്മത്ത് ചോദിക്കണം. അല്ലാഹ് എനിക്കും റഹ്മത്ത് ചെയ്യും. അദാബിന്റെ ശിക്ഷയുടെ ആയത്തുകൾ വരും. അപ്പോൾ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അല്ലാഹു വലിയ ശിക്ഷ അവർക്ക് നൽകും. അപ്പൊ അല്ലാഹുമ്മ അഈദ്നി, അല്ലാഹുമ്മ അഈദ്നി. ഞങ്ങളിപ്പോ സൂറത്തുൽ ഗാശിയ ഓതുമ്പോൾ ലാസ്റ്റത്തിൽ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ അവിടെ അല്ലാഹുമ്മ അഈദ്നി, അല്ലാഹു എന്നെ കാത്ത് ആ ശിക്ഷയിൽ നിന്ന് കാക്കണം. അപ്പൊ അദാബിന്റെ ആയത്ത് ഓതിയാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക.
ഇനി ഹിസാബ് അവർക്ക് അല്ലാഹു തആല ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും പിന്നെ അവർ അല്ലാഹു തആല ഹിസാബ് ചെയ്യും വിചാരണ നടത്തും എന്നായതിന്റെ എന്താക്കണം ചെറുതിലെ എന്ത് അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ അല്ലാഹു എന്നെ ഈസി ആയിട്ട് ഹിസാബ് എടുക്കണം അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ അല്ലെങ്കിൽ അല്ലാഹുമ്മ യസ്സിർ ഹിസാബി അല്ലാഹു എന്റെ ഹിസാബ് ഈസി ആക്ക് അല്ലാഹുമ്മ യസ്സിർ ഹിസാബി അപ്പോൾ ഓരോ ആയത്തിന്റെയും അതവുകളുണ്ട് നമുക്ക് സൂറത്തുൽ തീൻ മദ്നി ലാസ്റ്റ് അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലേ അപ്പോൾ ബലാ വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ ഞാൻ അതിന്റെ സാക്ഷിയാണ് അതെ അങ്ങനെ ലാവൂസിയ സൂറത്ത് ഓതിയാൽ ബലാ എന്ന് പറയണം അല്ലേ അല്ലാഹു ചോദിക്കുന്നു തബാറക സൂറത്ത് അവസാനത്തിലുണ്ട് قل أرأيتم إن أصبح ماؤكم فمن يأتيكم بماء معين അല്ലാഹു തആല ഭൂമിയുടെ തണ്ണീരിലൂടെ വറ്റിച്ചിട്ട് കാണിക്ക് പിന്നെ പുതിയ വെള്ളം കൊണ്ടുവരുന്നത് ആര് അപ്പോൾ എന്ത് പറയണം അല്ലാഹു റബ്ബുൽ ആലമീൻ തബാറക വതആല ലാസ്റ്റ് കേൾക്കണം അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ തണ്ണി പോയി ഇവിടെ പിന്നെ പുതിയ തണ്ണി കൊണ്ടുവന്നാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഓരോ ഈ ആയത്തുകൾ ഓതുമ്പോൾ അതവുകളുണ്ട് അത് പാലിച്ചായിരിക്കണം നാം ഖുർആൻ ഓതേണ്ടത് ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഔദു ബിസ്മിം എല്ലാ സന്ദർഭത്തിലും സൂറത്തുൽ തൗബയിൽ മാത്രം അവിടെ ഖറാഅത്ത് സൂറത്ത് അഥവാ തൗബ സൂറത്തിൽ തുടക്കത്തിൽ ബിസ്മി ഹറാം ഇടക്ക് ഓതൽ കറാഹത്താണ് അവിടെ ഓതാൻ പാടില്ല അത് ആയത്ത് തുടക്കത്തിൽ അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ആയത്തുകളല്ല അത് ശിക്ഷയുടെ മറ്റു യുദ്ധത്തിന്റെയും കാര്യങ്ങളാണ് അതുകൊണ്ട് അവിടെ ബിസ്മി ഓതാനില്ല അപ്പോ അല്ലാതെ നാം എപ്പോ ഖുർആൻ തുടങ്ങുന്നു ഇടയ്ക്ക് വെച്ച് സൂറത്തിന്റെ തുടക്കമല്ല ഇടയ്ക്ക് നാം എപ്പോ തുടങ്ങുന്നെങ്കിൽ ഔദു ബിസ്മി ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഈ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ശൈത്താനിൽ നിന്ന് കാവൽ നേടണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഖുർആൻ ഓതുന്നതാക്കണം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഏത് സന്ദർഭം തുടങ്ങുമ്പോൾ എന്താക്കണം ചൊല്ലണം അതേപോലെ ബിസ്മി ചൊല്ലണം സൂറത്തിന്റെ ഇടയ്ക്കാണെങ്കിലും തുടങ്ങുമ്പോൾ അതേപോലെ നാം ഖതം ഓതുന്നവരാണെങ്കിൽ ഒരു ഫാത്തിഹ തുടക്കത്തിൽ ഓതുന്നതാണ് ഒരു ഫാത്തിഹ ഓതിട്ട് ഖുർആൻ എന്താക്കണം തുടങ്ങണം ഈ ഓത് നിർത്തിയാൽ സദഖല്ലാഹുൽ അലിയുൽ അദീം അല്ലെങ്കിൽ സദഖല്ലാഹുൽ അദീം എന്ന് നാം എന്താക്കണം പറയണം ഖിബ്ലക്ക് മുന്നിട്ട് ഏത് സന്ദർഭത്തിൽ ഓതൽ അത് അതുപോലെ നല്ല ഇഫ്തിറാഷിന്റെയോ തവറുപ്പിന്റെയോ യുദ്ധത്തിലാവുന്ന ഏറ്റവും നല്ല പ്രതിഫലത്തിലും നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും നിസ്കാരത്തിൽ ഓതുമ്പോൾ വലിയ പ്രതിഫലമാണ് അല്ലാതെ ഓതുമ്പോൾ വുളുവോടുകൂടി ഓതുമ്പോൾ പ്രതിഫലം കൂടുതലുണ്ട് അതേപോലെ നല്ല സമയങ്ങളുണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്ക് പിന്നെ ഒരു സമയം അർദ്ധരാത്രിയുടെ ശേഷമുള്ള സമയം ഈ സമയം ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സമയങ്ങളാണ് അതുകൊണ്ട് ആ സമയത്തിൽ ഖുർആൻ ഓതണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ തനതായ രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.